ഹായ് ഓൾ. ഇന്നലെ നമ്മളെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കാണ് ട്രേഡ് നോക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കാരണം മാർക്കറ്റ് പക്ഷേ ഓപ്പൺ ആയതോ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അല്ലേ. പക്ഷേ എങ്കിലും എൻ്റെ വ്യൂ ഡൗൺ സൈഡിലേക്ക്, അതായത് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുന്നു. അതിൻ്റെ കണക്കൂട്ടലിൽ ഞാൻ നിന്നത്. അപ്പോൾ അതായത് ഒരു റെസിസ്റ്റൻസിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസിൽ നോക്കിയിട്ടാകുമ്പോൾ 25,250 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ആണ്. അവിടെ മാർക്കറ്റ് എത്തിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പി ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. മാർക്കറ്റ് താഴേക്ക് വന്ന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിരുന്നു. പക്ഷേ അത് 25,150 വരെ ഏകദേശം വന്നിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു റാലി അപ്പ് സൈഡിലേക്ക് തന്നു. പക്ഷേ ആ റാലി എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഞാൻ അത് എടുക്കുന്നില്ല. അതായത് നമ്മളെ വ്യൂവിനനുസരിച്ച് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലെവലുകൾക്കനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. അല്ലാതെ എൻ്റെ വ്യൂവിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകുകയാണെങ്കിൽ അത് ചാടിക്കയറാൻ നിൽക്കില്ല. കാരണം എനിക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പേ തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതി എൻ്റെ ട്രേഡിംഗ് മെത്തേഡ്. അങ്ങനെ ആയിട്ട് പിന്നെ അത് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോയിട്ട് 24,250 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. ആ സമയത്ത് എനിക്ക് തോന്നി എടുക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വ്യൂ ഡൗൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തില്ല. ആ ട്രേഡും എടുത്തില്ല. 25,300 വരെ പോയി മാർക്കറ്റ്. അതിനുശേഷം ഞാൻ വിചാരിച്ചത് താഴേക്ക് ട്രേഡ് ചെയ്യാൻ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വന്നിട്ട് 24,250 രണ്ടാമത് ബ്രേക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ ഒന്നും കൂടി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. കഴിഞ്ഞ അതേപോലെ തന്നെ താഴെ എത്തിയിട്ടാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ അവിടെ നിന്നില്ല മാർക്കറ്റ്, വീണ്ടും താഴേക്ക് തന്നെ പോയി മാർക്കറ്റ്. ഒന്ന് അപ്പ് സൈഡിലേക്ക് വീണ്ടും നല്ല താഴേക്ക് പോയി. പക്ഷേ ആ രണ്ടാമത്തെ ഡൗൺ ട്രെൻഡ് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ആദ്യത്തെ 2 ഡൗൺ ട്രെൻഡും എനിക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത്തരം ലെവലുകളാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ആ സ്റ്റോപ്പ് ലോസ് കൃത്യമായി വെക്കാൻ പറ്റുന്നതിനാണ് കാര്യം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണത്. നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ ഞാൻ ചാർട്ട് സൈഡിൽ കൊടുക്കാം, നിങ്ങളത് നോക്കിക്കോ. ഓക്കെ, അതിൽ അവസാനം ഒരു കൺസോൾട്ടേഷൻ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവസാനം ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് കുറേ നേരം തന്നിട്ടുണ്ടല്ലേ. അത് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ നമുക്ക് ആ സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അതായത് മാർക്കറ്റ് സൈഡ് വേസ് ഓപ്പണിംഗ് ആയിട്ട് എവിടേക്കെങ്കിലും ഈ കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. പിന്നെയാണെന്ന് വെച്ചെങ്കിൽ 25,130, 40 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് അത്യാവശ്യം നല്ല ട്രേഡ് ഉണ്ട്. ഇനി 25,250 അത്ര വലിയ റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരിക്കൽ ബ്രേക്ക് ചെയ്ത് പോയതുകൊണ്ട് അത്രമാത്രം എഫക്റ്റ് ഉണ്ടാവില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ താഴേക്ക് വരാം. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സി ബൈ ചെയ്യും. ആ ബ്രേക്ക് ചെയ്തതിൻ്റെ പ്രഷർ നോക്കി നമുക്കൊരു കോൾ ഓപ്ഷൻ വേണമെങ്കിൽ ബൈ ചെയ്യാം. കുറച്ചും കൂടി മാർക്കറ്റ് മുകളിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അല്ല, ഇനിയിപ്പോൾ 24,950 ഡൗൺ സൈഡിലേക്കുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 24,750 വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ലെവൽ പറഞ്ഞാൽ 24,750, 24,950. അതായത് 24,950 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ 750 വരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. അല്ല, 25,150 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോയിട്ട് 24,250 വരെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 24,150 ബ്രേക്ക് ചെയ്ത കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. അതാണ് നാളത്തെ എൻ്റെ വ്യൂവിൽ നിൽക്കുന്നത്. നാളെ ഏത് സൈഡിലേക്കും ട്രേഡ് എടുക്കാം എന്നുള്ളൊരു വ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിലേക്ക് ഞാൻ നോക്കുന്നില്ല നാളെ. കാരണം മാർക്കറ്റ് ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ നിൽക്കുന്നത്. ഏത് സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെ ട്രേഡ് ഉണ്ടാവാനും സാധ്യത കുറവാണ്. അങ്ങനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ 2 സൈഡിലേക്ക് ഒരു പെർട്ടിക്കുലർ വ്യൂ ഇല്ലാതെ കണ്ട് ഞാൻ ട്രേഡിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ട്രേഡ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ, ചിലപ്പോഴൊക്കെ സ്റ്റോപ്പ് ലോസും അടിക്കാറുണ്ട്. എനിക്ക് പലപ്പോഴും അടിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നാളത്തെ ട്രേഡ് ഈ ഒരു വ്യൂവിലാണ് വരുന്നത്. നമുക്ക് നോക്കി ഈ ലെവലുകൾ നിങ്ങൾ സൈഡിൽ കൊടുക്കുന്ന ലെവലുകളൊന്നും നോക്കി വെക്കാം. ആ ലെവലുകൾ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം നമുക്ക്. ഓക്കെ.